ദൈവത്തിനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പൗരസ്ത്യ കാതോലിക്കായി മലങ്കര പ്രധാനപുണ്യത്തായുമായ പരിശുദ്ധ ബസേലിയോസ് പൗലോസ് ബാബാതിരുമേനി, മലങ്കര സഭയുടെ അതിശ്രേഷ്ഠരായ പിതാക്കന്മാരെ, വൈദിക സെമിനാരി അധ്യാപകരായ എൻ്റെ ഗുരുക്കന്മാർ, ശ്രേഷ്ഠരായ ഓറോപ്പിസ്കോപ്പാവ, റമ്പാച്ചന്മാർ, വൈദികർ, ശമാശന്മാർ, വൈദിക വിദ്യാർത്ഥികൾ എന്നിവരുടെ സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, വേറെയാറുള്ള ശരീരത്തോടും ഇടറുന്ന ശബ്ദത്തോടു കൂടിയാണ് എൻ്റെ പഠിത്ത വീടിൻ്റെ ചാപ്പലിൽ പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയുടെ അനുസ്മരണ പ്രഭാഷണത്തിനായിട്ട് നിൽക്കുന്നത്. അതിന് പല കാരണങ്ങളുമുണ്ട്. പരിശുദ്ധ ബാബാ തിരുമേനിയുടെയും അഭിമന്യ പിതാക്കന്മാരുടെയും ചരിത്ര പണ്ഡിതരും വേദപണ്ഡിതരുമായ എൻ്റെ ഗുരുക്കന്മാരുടെയും പ്രൗഢമായ സാന്നിധ്യമാണുള്ളത്. ഈ പിതാക്കന്മാരുടെ മുന്നിൽ നിന്നുകൊണ്ട്, ഇവരെ മുഖാമുഖം കണ്ടുകൊണ്ട് ഈ അനുസ്മരണ പ്രഭാഷണം നിർവഹിക്കുന്നത് എന്നെ തെന്നൊന്നുമല്ല ഭയപ്പെടുത്തുന്നത്. മാനേജരെ ക്ഷണിച്ചപ്പോൾ ഇതെപ്പോൾ ആരംഭിക്കണമെന്ന സമയസൂചനയുടെ വ്യക്തത തന്നുവെങ്കിലും ഇത് അവസാനിപ്പിക്കേണ്ടത് റാസ് തിരിച്ചു വരുമ്പോൾ മാത്രമായിരിക്കണമെന്ന് പറഞ്ഞത് ഒരു അല്പം ആശങ്ക നൽകുന്നുണ്ട്. എല്ലാറ്റിലുപരിയായി പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയുടെയും ഭാഗ്യസ്മരണാർഹരായ 3 പിതാക്കന്മാരുടെയും കബറിടത്തിനോട് ചേർന്ന് നിന്ന് ഈ ശുശ്രൂഷ നിർവഹിക്കുമ്പോൾ അത് അഗ്നികുണ്ഡത്തിൽ നിന്ന് നൃത്തം ചെയ്യുവാൻ പിടിവാശി പിടിക്കുന്ന ഒരു കുഞ്ഞു പൈതലിന് സമമെന്ന് മാറില്ല. എങ്കിലും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ദൈവം തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഇതെന്ന് ചിന്തിച്ചുകൊണ്ട് ആ ദൈവകരണങ്ങൾക്ക് മുൻപിൽ കരങ്ങൾ കൂപ്പിക്കൊണ്ട് ശിരസ് നമിച്ചുകൊണ്ട് പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയുടെ വലിയ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് നിൽക്കുന്നു. പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി മലങ്കര സഭയുടെ ഉരുക്കു മനുഷ്യൻ, വേദശാസ്ത്ര പണ്ഡിതൻ, മലങ്കര സഭയുടെ അപ്പോസ്തോലികതയുടെയും പൈതൃകത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും സ്വയശീർഷകത്വത്തിന്റെയും പ്രതീകമായ കാതോലിക്ക സ്ഥാപനത്തിന്റെ നേതൃത്വം, മലങ്കര സഭ ഭരണഘടനാ ശില്പി, നിർമ്മലനായ ഭക്തൻ, അചഞ്ചലനായ ദൈവപുരുഷൻ, പണ്ഡിതനായ വാഗ്മി, ആത്മീയതയുടെ നിറകുടം, നിയമവിശാരദ, ക്രാന്തദർശിയായ ഭരണതന്ത്രജ്ഞൻ, സമുദായത്തിന്റെ നിറകുടം, പൊയ്മുഖങ്ങളില്ലാത്ത വാത്സല്യപിതാവ്, എന്തെല്ലാം വിശേഷണങ്ങൾ ഈ പരിശുദ്ധ പിതാവിന് നൽകിയാലും തീരുകയില്ല. ഏത് വീക്ഷണകോണിൽ നിന്ന് നോക്കിയാലും വട്ടശ്ശേരി തിരുമേനി മലങ്കര സഭയ്ക്ക് മഹാപരിശുദ്ധൻ തന്നെ. 1853 ഒക്ടോബർ 31 മല്ലപ്പള്ളിയിലെ വട്ടശ്ശേരിൽ തറവാട്ടിൽ പിറന്നു വീണ സ്മര്യ പുരുഷൻ 1876 ഒക്ടോബർ 12 പുതുപ്പള്ളി പള്ളിയിൽ വെച്ച് പരിശുദ്ധ പത്രോസ് തുതിയൻ പാത്രികീസനാൽ വൈദിക ശുശ്രൂഷയുടെ ആദ്യ ഘട്ടമായ സദറോനോ പട്ടം സ്വീകരിക്കുന്നു. 1880 പരിശുദ്ധ പരിമല തിരുമേനി കശീശ സ്ഥാനം നൽകുന്നു. 1887 പഴയ സെമിനാരിയിൽ സുറിയാനി മൽപ്പാനായി നിയമിതനാകുന്നു. 1902 ഡിസംബർ 3 പരിശുദ്ധ പരിമല തിരുമേനിയുടെ 30ാം അടിയന്തര ദിനം മലങ്കരയിൽ പരിമലയിൽ കൂടിയ യോഗത്തിൽ വെച്ച് മേൽപ്പെട്ട സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടും. 1908 മെയ് 31 യെരൂശലേമിലെ മർക്കോസിന്റെ മാളികയിൽ വെച്ച് അബ്ദുള്ള പാത്രികീസനാൽ മെത്രാപ്പോലിത്ത സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്നു. 1909 പുലിക്കോട്ടിൽ തിരുമേനി കാലം ചെയ്തതിനെ തുടർന്ന് മലങ്കര മെത്രാപ്പോലിത്ത സ്ഥാനത്തേക്ക് അവരോധിതനാകും. പിന്നീടുള്ള മലങ്കര സഭയുടെ ചരിത്രം സംഭവബഹുലമാണ്, അതിനിർണായകമാണ്. അന്ത്യോക്യൻ അധിനിവേശത്തിന്റെയും നവീകരണത്തിന്റെ നീരാളിപ്പിടുത്തത്തിന്റെയും പുനരൈക്യമെന്ന പേര് പറഞ്ഞ് മലങ്കര സഭയെ മറന്ന് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി
കത്തോലിക്ക സഭയെ പുൽകിയ ബദനിയുടെ മാർ ഈവാനിയോസിന്റെ റീത്ത് പ്രസ്ഥാനത്തിന്റെ ഉദയവുമുണ്ടായ കലുഷിതമായ ഒരു കാലഘട്ടത്തിൽ അചഞ്ചല ദൈവഭക്തിയോട് ഉറച്ച സഭാസ്നേഹത്തോട് മലങ്കര സഭയെ സുസ്ഥിരമായി നയിച്ച പുണ്യപിതാവാണ് വട്ടശ്ശേരിൽ തിരുമേനി. ഈ പരിശുദ്ധ പിതാവ് അനുഭവിച്ച യാതനകളും ക്ലേശങ്ങളും അഗ്നി പരീക്ഷകളും എത്ര വർണ്ണിച്ചാലും തീരുകയില്ല. എന്നാൽ ഓരോ അഗ്നി പരീക്ഷകൾ കഴിയും തോറും അഗ്നിയിൽ നിന്ന് സ്ഫുടം ചെയ്യിച്ച കനകക്കട്ടി പോലെ വട്ടശ്ശേരിൽ തിരുമേനി തേജോമയനായി എഴുന്നേറ്റ് നിൽക്കുന്നു. പുത്തൻകാവിൽ കൊച്ചു തിരുമേനി വട്ടശ്ശേരിൽ തിരുമേനിയെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ്: അനന്തരീയരിൽ ആവേശത്തിന്റെയും ആത്മീയോത്കർഷത്തിന്റെയും അലകൾ സൃഷ്ടിച്ച പുണ്യപിതാവ്. ആ അലകൾ ഇന്നും പ്രതിധ്വനിക്കുന്നു, നമ്മുടെ ഹൃദയങ്ങളിൽ ഇടിച്ചിടിച്ചു നിൽക്കുന്നു. ഞാൻ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. വ്യവഹാരരഹിതമായ ശാന്തസുന്ദരമായ ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധ വട്ടശ്ശേരിൽ തിരുമേനി മലങ്കര സഭയെ നയിച്ചിരുന്നുവെങ്കിൽ ഇതിന്റെ യശസ് ഇന്നുള്ളതിനേക്കാൾ എത്രമേൽ 10 മടങ്ങ് മഹത്വപൂർണമായേനെ. ആ പരിശുദ്ധ പിതാവിന്റെ പെരുന്നാൾ നമുക്ക് അനുഗ്രഹമാകട്ടെ. ആ പരിശുദ്ധന്റെ മധ്യസ്ഥത നമുക്ക് കാവലാകട്ടെ. ക്രിസ്തുവിന് 732 വർഷങ്ങൾക്ക് മുൻപ് യെരൂശലേം ദേവാലയത്തിൽ പെരുന്നാൾ ആചരിപ്പാനായി കടന്നു വരുന്ന യഹൂദന്മാരോട് യെരൂശലേം ദേവാലയത്തിന്റെ വാതിക്കൽ നിന്ന് താടിയും മുടിയും നീട്ടി വളർത്തിയ പടുവൃദ്ധനായ ഒരു പ്രവാചകൻ, ഇസ്രയേലിന്റെ കരയുന്ന പ്രവാചകൻ യെരമ്യാവ്, ആരെയും കൂസാതെ ഘനഗംഭീര സ്വരത്തിൽ വചനത്തിലൂടെ തീതുപ്പിക്കൊണ്ട് സംസാരിക്കുകയാണ്. ദേവാലയത്തിന്റെ വാതിലൂടെ കടന്നു വരുന്ന യഹൂദന്മാരായുള്ളവരെ സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു, നിങ്ങളുടെ നടപ്പും പ്രവൃത്തിയും നന്നാക്കുവിൻ. പെരുന്നാളുകൾ നടപ്പും പ്രവൃത്തിയും നന്നാക്കാനുള്ളതാണ്. തിരുനാളുകൾ തിരുത്തുവാനുള്ളതാണ്. ആ പരിശുദ്ധന്റെ ജീവിതം നമുക്ക് തിരുത്തൽ ശക്തിയാകണം, നമുക്ക് സ്വാധീനമാകണം, മാർഗദീപമാകണം. എവിടെയാണ് വട്ടശ്ശേരിൽ തിരുമേനിയുടെ ജീവിതം നമുക്ക് മാർഗദീപമാകുന്നത്? എവിടെയാണ് അത് നമുക്ക് തിരുത്തൽ ശക്തിയാകേണ്ടത്? എന്റെ അല്പമായ വായനയിലും നിരീക്ഷണത്തിലും എന്നെ സ്പർശിച്ച ലളിതമായ ചില കാര്യങ്ങൾ, പരിശുദ്ധന്റെ ജീവിതത്തിലെ ചില ഏടുകളിൽ ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ പരിശുദ്ധന്റെ ജീവിതം പഠിക്കുമ്പോൾ, ഈ ധന്യമായ ജീവിതം സസൂക്ഷ്മം അപഗ്രഥിക്കുമ്പോൾ നാം ആദ്യം കാണുന്നത് വട്ടശ്ശേരിൽ തിരുമേനിയുടെ ദീർഘവീക്ഷണമാണ്. സഭയെപ്പറ്റി, സഭാ മക്കളെ പറ്റി, സഭയുടെ അപ്പോസ്തോലികതയെ പറ്റി, സഭയുടെ പൈതൃകത്തെ പറ്റി, സഭയുടെ സ്വയ ശീർഷകത്വത്തെ പറ്റി വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായ പരിശുദ്ധ പിതാവ്. ഇത്രമേൽ ദീർഘവീക്ഷണത്തോട് മലങ്കര സഭയെ നയിച്ച പിതാക്കന്മാർ വേറെയില്ല. പ്രവാചക ശ്രേഷ്ഠനായ മോശയെ പറ്റി തിരുവചനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. ആവർത്തന പുസ്തകം 34:7. മോശ മരിക്കുമ്പോൾ മോശയ്ക്ക് 120 വയസ്സായിരുന്നു. അവന്റെ കണ്ണു മങ്ങിയിട്ടില്ല, ദേഹബലം ക്ഷയിച്ചിട്ടില്ല. ഞാൻ ചിന്തിക്കുന്നത് മോശയുടെ ബാഹ്യമായ കാഴ്ചയ്ക്കും ബാഹ്യമായ മെയ് കരുത്തിനും അപ്പുറം ആന്തരികമായ തേജസ്സിനെ പറ്റിയാണ്, ആന്തരികമായ കാഴ്ചയെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നാണ്. തന്റെ വാക്കുകളും പ്രവർത്തനങ്ങളും, എന്തിന് ജീവിതം പോലും ഇസ്രയേലിന് വേണ്ടി സമർപ്പിച്ച ഒരു പ്രവാചകൻ. അതുകൊണ്ട് യാഹുവേ കഴിഞ്ഞാൽ ഇസ്രയേൽ ജനത്തിന് എല്ലാം മോശയാണ്, മോശയുടെ പ്രമാണങ്ങളാണ്. ഇസ്രയേൽക്കാരുടെ സ്വപ്നഭൂമി, വാഗ്ദത്ത ദേശം കാണുവാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അവിടെ വരെ ഇസ്രയേലിനെ കൊണ്ടെത്തിച്ച് ദൂരെ നിന്നെങ്കിലും അത് കണ്ട് സമാധാനത്തോടെ കാലയവനികയിൽ പ്രവേശിക്കുവാനും കഴിഞ്ഞ ഒരു പ്രവാചകൻ. രക്തം കൊടുത്തില്ലെങ്കിൽ പോലും ചോരയും നീരും ഇസ്രയേലിന് നൽകിയ പ്രവാചകനാണ് മോശ. അതുകൊണ്ട് മോശയെ മറന്നൊരു ചരിത്രം ഇസ്രയേലിനില്ല. വട്ടശ്ശേരിൽ തിരുമേനിയെ മറന്നൊരു ചരിത്രം മലങ്കര സഭയ്ക്കുണ്ടോ? ആ ഭാസുര ജീവിതം വിസ്മരിച്ച് ചരിത്രം ചമയ്ക്കുവാൻ ആർക്കെങ്കിലും കഴിയുമോ?
ഓസ്കർ വൈൽഡ് എന്ന എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ചരിത്രം ആർക്കും എഴുതാം, എന്നാൽ ചരിത്രം സൃഷ്ടിക്കുവാൻ പരിശുദ്ധന്മാർക്ക് മാത്രമേ, മഹാന്മാർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. മലങ്കര സഭയുടെ ചരിത്രം സൃഷ്ടിച്ച പരിശുദ്ധ പിതാവ് രക്തം ചീന്തിയില്ലെങ്കിലും തന്റെ അവസാന തുള്ളി രക്തവും നീരും മലങ്കര സഭയ്ക്ക് നൽകിയ പുണ്യവാൻ. സമാധാനത്തിന്റെ മലങ്കരയുടെ നല്ല നാളുകൾ കാണുവാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അവിടെ വരെ അവരെ എത്തിച്ച് സമാധാനത്തോടെ സുരക്ഷിത കരങ്ങളിൽ പരിശുദ്ധ സഭയുടെ ചുമതല ഏൽപ്പിച്ച് കടന്നു പോകുവാനും കഴിഞ്ഞ ശ്രേഷ്ഠനായ പിതാവ്. ഈ പരിശുദ്ധൻ മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തിനും സ്വയശീർഷകത്വത്തിനും വേണ്ടി സഹനത്തിന്റെ ഏതറ്റം വരെ പോകുവാനുമുള്ള കാഴ്ചയുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവചരിത്രം പഠിക്കുമ്പോൾ ഈ ദീർഘവീക്ഷണത്തിന് മകുടോദാഹരണങ്ങളായ അനേക സംഭവങ്ങളുണ്ട്. ഏറെ സ്പർശിക്കുന്നത് 1909 അബ്ദുള്ള പാത്രികീസ് മലങ്കരയിൽ വന്ന് ആത്മീക അധികാരത്തിനോടൊപ്പം ലൗകിക അധികാരവും വേണമെന്ന് പറഞ്ഞപ്പോഴാണ്. പല പ്രമുഖരും പാത്രികീസിന്റെ മുൻപിൽ മുട്ടുകുത്തിയപ്പോൾ മലങ്കര സഭയുടെ സ്വാതന്ത്ര്യം നഷ്ടമാകുമെന്ന ഒറ്റ കാരണത്താൽ തനിക്ക് പട്ടം നൽകിയ അബ്ദുള്ള പാത്രികീസിനെ നേരെ നോക്കി അതിന് സാധ്യമല്ല എന്ന് ഈ പരിശുദ്ധ പിതാവ് പറയുകയാണ്. അതുകൊണ്ട് സ്വാഭാവിക നീതിക്ക് നിരക്കാത്ത രീതിയിൽ അബ്ദുള്ള പാത്രികീസ് വട്ടശ്ശേരിൽ തിരുമേനിയെ മുടക്കുകയാണ്. അത് തന്റെ കഴുത്തിൽ അണിയുവാനുള്ള സ്വർണമാല എന്ന് ഈ പരിശുദ്ധ പിതാവ് പറഞ്ഞു. എന്നാൽ ഇത് മലങ്കര സഭയെ നശിപ്പിക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വട്ടശ്ശേരിൽ തിരുമേനി പാത്രികീസിന്റെ മുറിയിൽ കയറി മലങ്കര സഭയെ നശിപ്പിക്കരുത് എന്ന് താണുവീണ് പറയുകയാണ്. ഈ സമയത്ത് അബ്ദുള്ള പാത്രികീസിന്റെ പ്രതികരണമോ, മുടക്ക് പുനഃപരിശോധിക്കണമെങ്കിൽ മലങ്കര സഭയുടെ സ്വത്തുവകകൾ തന്റെ പേരിൽ ആധാരം ചെയ്ത് പ്രമാണം സമർപ്പിക്കണമെന്നാണ് പറഞ്ഞത്. ഒരു മുസ്ലിം രാജ്യത്ത് ദൗത്യബോധമില്ലാതെയും അർത്ഥമില്ലാതെയും ശുഷ്കിച്ചും ശോഷിച്ചും കഴിഞ്ഞ അന്ത്യോക്യൻ സഭ, അതിന്റെ തലവൻ ജീവിച്ചു പോകണമെങ്കിൽ, പിടിച്ചു നിൽക്കണമെങ്കിൽ മലങ്കര സഭയുടെ ലൗകികാധികാരം വേണമായിരുന്നു. ഈ സമയത്ത് ഒരു ഉടമ്പടി എഴുതി ഒരു പ്രമാണം സമർപ്പിച്ച് തന്റെ സ്ഥാനം സുരക്ഷിതമാക്കാമായിരുന്നു വട്ടശ്ശേരി തിരുമേനിക്ക്. എന്നാൽ മലങ്കര സഭയുടെ സ്വാതന്ത്ര്യം വൈദേശിക ശക്തിക്കും അടിയറ വയ്ക്കുകയില്ല എന്ന ഉത്തമ ബോധ്യത്തോടെ വട്ടശ്ശേരിൽ തിരുമേനി പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ്. അത് ചെയ്യുവാൻ എന്റെ മനസ്സാക്ഷി എന്നെ അനുവദിക്കയില്ല. എത്ര ഉൾക്കരുത്തുള്ള, എത്ര ഉൾക്കാഴ്ചയുള്ള വാക്കുകളാണ്. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, ഐസ് ആർ യൂസ്ലെസ് വെൻ മൈൻഡ് ഈസ് ബ്ലൈൻഡ്. മനസ്സന്ധമെങ്കിൽ, മനസ്സാക്ഷി അന്ധമെങ്കിൽ കണ്ണുകൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല. മനസ്സിന്റെ കാഴ്ചയാണ് യഥാർത്ഥ ബോധ്യം. ഇത് നമുക്ക് എത്ര പേർക്കുണ്ട് ഇങ്ങനെ ഒരു ഉൾക്കാഴ്ച? സഭയെ പറ്റി, സഭയുടെ ഭാവിയെ പറ്റി, സഭയുടെ പ്രവർത്തനത്തെ പറ്റി നമുക്ക് എത്ര പേർക്കുണ്ട്? സ്വാർത്ഥതയുടെ തുരുത്തുകളായി സങ്കുചിതരായി നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാലം. ഓരോരുത്തരും അവർക്കിണങ്ങിയതുപോലെ ജീവിക്കുന്നു. വട്ടശ്ശേരി തിരുമേനിയുടെ കാലത്തും തിരുമേനിയെ ഏറെ വേദനിപ്പിച്ചത് ഇവയൊക്കെയാണ്. താൻ അനുഭവിച്ച യാതനകളും ക്ലേശങ്ങളും ആ സുഹൃത ജീവിതത്തെ ലവലേശം തളർത്തിയില്ല. എന്നാൽ തന്നോടൊപ്പമുള്ളവർ സഭയെപ്പറ്റി ചിന്തിക്കാതെ അവർക്കിണങ്ങിയതുപോലെ ജീവിക്കുന്നു എന്നുള്ളതാണ് വട്ടശ്ശേരി തിരുമേനിയെ വേദനിപ്പിച്ചത്. KC മാമൻ മാപ്പിള ഒരു സംഭവം അനുസ്മരിക്കുന്നുണ്ട്. കൊല്ലത്ത് വെച്ച EJ ഫിലിപ്പോസിൽ നിന്ന് സമുദായ കേസിൽ വിജയിച്ച വിവരം വട്ടശ്ശേരി തിരുമേനി അറിയിക്കുവാനായിട്ട് വരികയാണ്. പരമരഹസ്യമായി ഈ കാര്യം മെത്രാപ്പോലിത്ത അവർകൾ അറിയുമ്പോൾ സന്തോഷ അതിശയം കൊണ്ട് തുള്ളിച്ചാടുമെന്നാണ് KC മാമൻ മാപ്പിള ചിന്തിച്ചത്. എന്നാൽ വട്ടശ്ശേരി തിരുമേനിക്ക് ഇത് കേട്ടപ്പോൾ ഒരു നിർവികാരമായ ശീതഭാവമായിരുന്നു. വട്ടശ്ശേരി തിരുമേനി ഇങ്ങനെ പറഞ്ഞാണ് തുടങ്ങിയത്: അല്ലെങ്കിൽ തന്നെ എന്റെ മുടക്ക് സാധുവെന്ന് പറയാൻ ആർക്കും പറ്റുകയില്ല. അതിനുശേഷം ആ മുഖത്തൊരു ആത്മരോഷം ഉണ്ടാകുകയാണ്. ആത്മനൊമ്പരത്തോട് ആ പരിശുദ്ധ പിതാവ് പറഞ്ഞത് ഇങ്ങനെയാണ്: അല്ലെങ്കിൽ തന്നെ നമ്മുടെ സമുദായത്തിൽ ഇപ്പോൾ എന്താണ് ഒരു മെച്ചം? സകലരും ബോധിച്ചതുപോലെ ചെയ്യുന്നു, കുത്തഴിഞ്ഞതുപോലെ സർവത്ര തോന്നിവാസമായി. അതിനുശേഷം തന്റെ ഉറ്റ സ്നേഹിതനായ KC മാമൻ മാപ്പിളയുടെ നമുക്ക് ആ രോഷം നീണ്ടുപോവുകയാണ്. പരിശുദ്ധ സഭ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയും വെല്ലുവിളിയും എന്താണ്? വിഘടിത വിഭാഗവുമായി
നിരന്തരം യുദ്ധം ചെയ്യുന്നതല്ല. സഭയ്ക്കകത്തുള്ളവർക്ക് സഭയെപ്പറ്റി, സഭയുടെ ഭാവിയെപ്പറ്റി, സഭയുടെ പ്രവർത്തനത്തെ പറ്റി വ്യക്തമായ ബോധ്യമില്ല എന്നുള്ളതാണ്. നമ്മുടെ അൽമായരിൽ, നമ്മുടെ വൈദികരിൽ, വിവിധ ആത്മീക സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നവരിൽ എത്ര പേർക്ക് ഇങ്ങനെ ഒരു കാഴ്ചയുണ്ട്? സഭയ്ക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക്, എന്റെ സ്ഥാനങ്ങൾക്ക്, എന്റെ പ്രവർത്തനങ്ങൾക്ക്, അല്ലെങ്കിൽ എന്റെ ഇടവകയ്ക്ക്, ഇടവകയുടെ പ്രവർത്തനങ്ങൾക്ക്, എന്റെ പ്രസ്ഥാനത്തിന്, എന്റെ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ഭദ്രാസനമെന്ന് പറയാൻ ഞാൻ ആളൊന്നുമല്ല. എങ്കിലും അത് മാത്രമാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങൾക്ക് ചിന്ത എന്നുള്ള താല്പര്യം ഇന്ന് നമ്മളിലൊക്കെ ഏറി വരികയാണ്. സങ്കുചിതരാകുന്നു, സ്വാർത്ഥതയുടെ തുരുത്തുകളാകുന്നു. മലയാളത്തിൽ ഒരു കുഞ്ഞു കവിതയുണ്ട്, എനിക്കാരെയാണ് ഇഷ്ടം, അതെന്നാ ചോദിക്കാന്, എനിക്ക് എന്നെയാ ഇഷ്ടം. അത് കഴിഞ്ഞോ? അതിനത് കഴിയുന്നില്ലെന്നേ. എത്ര ശക്തമായ സുന്ദരമായ ഒരു കവിതയാണിത്. ഇവിടെയാണ് വട്ടശ്ശേരിൽ തിരുമേനിയുടെ വാക്കുകൾ ശ്രദ്ധിക്കേണ്ടത്. പാത്രഗീസിന്റെ മുടക്കുകൊണ്ട് തനിക്ക് എന്തെല്ലാം സംഭവിച്ചാലും സഭയുടെ സ്വാതന്ത്ര്യം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കുമെന്ന് ഈ പരിശുദ്ധ പിതാവ് പറയുകയാണ്. സഭ ദൈവത്തിൻ്റെതാണ്, അതൊരിക്കലും നശിക്കയില്ല എന്നും ഈ പരിശുദ്ധ പിതാവിന് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു. 1912 ചിങ്ങമാസം 22-ാം തീയതി കോട്ടയം MD സെമിനാരിയിൽ വെച്ച് അസോസിയേഷൻ യോഗത്തിൽ ഈ പരിശുദ്ധ പിതാവ് നടത്തിയ പ്രസംഗം ഹൃദയസ്പർശിയാണ്. എന്റെ അധികാര ഭ്രമം കൊണ്ടാണ് പാത്രഗീസിന് ഞാൻ ഉടമ്പടി വെക്കാത്തത് എന്നൊരു അഭിപ്രായമുണ്ടല്ലോ. അതിനെ തുടർന്ന് പാത്രഗീസിന്റെ അടുക്കൽ നടത്തിയ സംഭാഷണം പരിശുദ്ധ പിതാവ് വിവരിക്കുകയാണ്. വീണ്ടും തുടരുന്നത് ഇങ്ങനെയാണ്: എനിക്ക് എന്റെ സ്ഥാനങ്ങളെ പറ്റിയോ എന്റെ പദവിയെ പറ്റിയോ ഒട്ടും മോഹമില്ല. സഭയുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ ഒഴിയുന്നത് ആവശ്യമെന്ന് തോന്നിയാൽ അതിനും ഞാൻ തയ്യാറാണ്. അടുത്ത വാക്കുകളാണ് നമ്മുടെ കണ്ണുകൾ നനയിപ്പിക്കുന്നത്. ഞാൻ തെണ്ടി നടക്കാനും ഒരു റംബാനെ പോലെ ജീവിക്കാനും സന്നദ്ധനാണ് എന്ന് ഈ പരിശുദ്ധ വട്ടശ്ശേരിൽ തിരുമേനി പറയുമ്പോൾ, തനിക്ക് എന്ത് സംഭവിച്ചാലും സഭയുടെ സ്വാതന്ത്ര്യവും സ്വയം ഭരണാവകാശവും ബലി കഴിക്കരുത് എന്ന് വ്യക്തമായ ബോധ്യമുള്ള ഒരു പിതാവ്. നമുക്കെല്ലാവർക്കും ഓരോ നിയോഗങ്ങളുണ്ട്. സഭയുടെ ചുമതല മാത്രമാകുകയില്ല, ഭവനത്തിന്റെ ചുമതലയായിരിക്കാം, വിവിധ തൊഴിൽ രംഗങ്ങളിലുള്ള പ്രവർത്തനങ്ങളായിരിക്കാം. ദൈവമേൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യങ്ങളെല്ലാം അത് നിയോഗങ്ങളാണ്. ആ നിയോഗങ്ങളിൽ ശരിയായൊരു കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഈ കാഴ്ചയില്ലെങ്കിൽ എങ്ങനെയും അങ്ങ് നീങ്ങുകയാണ്, എങ്ങനെയും അങ്ങ് പോകുകയാണ്. അതാണ് ഇന്ന് സംഭവിക്കുന്നത് മുഴുവൻ. കുട്ടികൾക്ക് പ്രിയപ്പെട്ട ഒരു പുസ്തകമുണ്ട്, അലീസ് ഇൻ ദ വണ്ടർലാൻഡ്. അലീസ് ഒരു അത്ഭുത ലോകത്തിലെത്തുകയാണ്. അതിന്റെ മനം മയക്കുന്ന കാഴ്ചകളിൽ രസിച്ചിരിക്കുമ്പോൾ തന്നെ അവൾക്ക് മുന്നോട്ട് പോകാനുള്ള വഴി അറിയില്ല. അവിടെ കണ്ട ഒരു സുന്ദരി പൂച്ചക്കുട്ടിയോട് ആലീസ് ചോദിക്കുകയാണ്, ഞാൻ പോകേണ്ടുന്ന വഴി ഏതാണ്? അതിന് പൂച്ചക്കുട്ടി മറുപടി പറയുന്നത് ഇങ്ങനെയാണ്: നീ എവിടെ പോകുന്നു എന്നതിനെ ആശ്രയിച്ചാണ് വഴി. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ where do you want to go. തെല്ലു കുസൃതിച്ചിരിയോടെ തികച്ചും അലസമായി ആലീസ് പറയുകയാണ്, എനിക്കങ്ങനെ എവിടെ പോകണമെന്നൊന്നുമില്ല, എവിടെങ്കിലും പോയാ മതി. മുഖത്തടിച്ചതുപോലെ പൂച്ചക്കുട്ടി പ്രത്യുത്തരം പറയുന്നത് ഇങ്ങനെ: അങ്ങനെയെങ്കിൽ നീ ഏത് വഴിയിലെങ്കിലും പോയിക്കൊള്ളുക, എവിടെങ്കിലും ചെല്ലും. ദിശാബോധം നഷ്ടപ്പെട്ട് എങ്ങനെയും യാത്ര ചെയ്ത് നിയോഗത്തിന്റെ തിരിച്ചറിവില്ലാതെ കാഴ്ച നഷ്ടപ്പെട്ട ആധുനിക സമൂഹത്തെ ഓർമ്മപ്പെടുത്തുന്നതാണിത്. ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന സ്ഥാനത്ത് വ്യക്തമായ കാഴ്ചയോടെ നമ്മുടെ പ്രവർത്തനങ്ങളെ നയിക്കുവാൻ നമുക്ക് കഴിയാറുണ്ടോ? ലൈബ്രറി ഉപയോഗിക്കുന്നവർക്കറിയാം, വലിയ ലൈബ്രറികളിൽ മിക്കവാറും ഒരു ക്യാപ്ഷൻ ആ ലൈബ്രറികളിൽ എഴുതി വെക്കും. അതിങ്ങനെയാണ്: ദ മിസ്പ്ലേസ്ഡ് ബുക്ക് ഈസ് ലോസ്റ്റ്. തെറ്റായ സ്ഥാനത്തിരിക്കുന്ന ബുക്ക് നഷ്ടപ്പെട്ടതിന് തുല്യമാണ്. ലൈബ്രറി സയൻസിന്റെ നിയമമാണത്. വലിയ ലൈബ്രറികളിൽ ബുക്കുകൾ വെറുതെ വെക്കുകയല്ല, അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ ആർക്കും അത് എടുക്കുവാനും പറ്റുകയില്ല. അതുകൊണ്ട് ടൈറ്റിലിന്റെ, ഓഥറിന്റെ, സബ്ജക്റ്റിന്റെ പേരിൽ കോഡുകൾ ഉണ്ടാക്കി കോഡ് നമ്പർ വെച്ചാണ് ബുക്കുകൾ ലൈബ്രറികളിൽ വെക്കുന്നത്. ഓരോ ബുക്കിനും ഒരു സ്പേസ് ഉണ്ട്. ബുക്ക് അന്വേഷിച്ച് വരുന്നവർ കാറ്റലോഗ് പരതുന്നു, അതിലൂടെ കോഡ് നമ്പർ കണ്ടുപിടിക്കുന്നു, ഇത്രാം ഷെൽഫിലെ ഇത്രാമത്തെ ബുക്ക്. എന്നാൽ ചില വിരുദ്ധന്മാരുണ്ട്, തങ്ങൾക്കിഷ്ടമുള്ള പുസ്തകം അവിടെ നിന്ന് എടുത്ത് വേറെ ഏതെങ്കിലും ഒരു ഷെൽഫിൽ എവിടെങ്കിലും കൊണ്ടുവെക്കും. മിസ്പ്ലേസ്ഡ് ബുക്ക് ഈസ് ലോസ്റ്റ്.
തെറ്റായ സ്ഥാനത്തിരിക്കുന്ന ബുക്ക് നഷ്ടപ്പെട്ടതിന് തുല്യമാണ്. നമുക്കൊക്കെ ഒരു സ്ഥാനമുണ്ട്, ആ സ്ഥാനത്തിനൊരു മഹത്വമുണ്ട്, ആ മഹത്വത്തിനൊരു കാഴ്ചപ്പാട് വേണം. ആ കാഴ്ചപ്പാടോട് നയിച്ചില്ലെങ്കിൽ ജീവിതം കൊണ്ട് പ്രയോജനമില്ല, അർത്ഥശൂന്യമായി പോകും ഈ ജീവിതം. എന്നെ സ്പർശിച്ച ഒരു സംഭവമുണ്ട്. ഏതാണ്ട് 9 വർഷങ്ങൾക്ക് മുൻപാണെന്ന് തോന്നുന്നു. തിരുവനന്തപുരത്തിനടുത്ത് ഒരു കൊച്ചു ഭവനം, പ്രേംകുമാർ രമാദേവി ദമ്പതികൾ, അവർക്ക് ഈശ്വരൻ ഒരുമിച്ച് 5 കുഞ്ഞുങ്ങളെ നൽകി. ഉത്ര, ഉത്തര, ഉത്തമ, ഉത്രജ, ഉത്രജൻ. ഈ 5 കുഞ്ഞുങ്ങളെ ഒരുമിച്ച് നൽകിയത് കൊണ്ട് അവർക്കേറെ സന്തോഷമുണ്ടായി. അവർ അവരുടെ വീടിന് പഞ്ചരത്നം എന്ന പേരുമിട്ടു. സന്തോഷത്തോടെ ഈ കുടുംബം മുന്നോട്ട് നീങ്ങി. എന്നാൽ എവിടെ വെച്ചോ ഒരു മാരക രോഗം ഈ മനുഷ്യനെ ബാധിച്ചു. സാമ്പത്തിക പരാധീനതകളും കൂടി. ഏതോ ഒരു ദുർബല നിമിഷത്തിൽ പ്രേംകുമാർ ആത്മഹത്യ ചെയ്തു. അന്ന് ഈ കുഞ്ഞുങ്ങൾക്ക് 7 വയസ്സ് മാത്രം. ഈ 5 കുഞ്ഞുങ്ങളും രമാദേവിയും അനാഥയായി. ആ നാടിന് മുഴുവനും ഏറെ വേദന ഉണ്ടാക്കിയ സംഭവമാണ്. ഹൈന്ദവ മതാചാര പ്രകാരം വീടിന്റെ തെക്ക് വശത്ത് കുഴിയെടുത്ത് ദഹിപ്പിക്കണമെന്നാണ്. അതിനുപോലും സ്ഥലമില്ലാത്തത് കൊണ്ട് വരാന്തയ്ക്ക് മുൻപിൽ കുഴിയെടുത്ത് മൃതശരീരം ദഹിപ്പിക്കുകയാണ്. ഈ 5 കുഞ്ഞുങ്ങളും ആ ചിതയ്ക്ക് ചുറ്റും നിൽക്കുകയാണ്. അവർ ഉയരുന്ന ചിതയിലേക്ക്, തീയിലേക്ക്, അഗ്നിയിലേക്ക് നോക്കി നിൽക്കുകയാണ്. അബോധാവസ്ഥയിലാണ് രമാദേവി. ആ ഫോട്ടോയാണ് അന്ന് പത്രത്തിൽ വന്നത്. ഈ 5 കുഞ്ഞുങ്ങളുടെ ആത്മഗതം അന്ന് ഫോട്ടോഗ്രാഫർ അവിടെ കുറിച്ചിട്ടിരുന്നു. അതിങ്ങനെയാണ്: അച്ഛാ, ഞാൻ ഈ നെഞ്ചിലെത്തി. നാം ഒക്കെ ചിന്തിച്ചു, പിന്നെ ഇവരുടെ ജീവിതം ആകെ അർത്ഥശൂന്യമാണ് എന്ന്. പിതാവിന്റെ വഴിയിൽ ഈ മക്കളും ഭർത്താവിന്റെ വഴിയിൽ ഈ ഭാര്യയും പോയെന്നൊക്കെ നമ്മൾ ചിന്തിച്ചു കാണുമായിരിക്കാം. പക്ഷേ ഒരു 2 വർഷം മുമ്പ് കേരളത്തിലെ ഒരു പ്രമുഖ ചാനലിൽ രമാദേവിയെ കണ്ടു. 4 സുന്ദരി കുട്ടികളും ഒരു സുന്ദരക്കുട്ടനും അമ്മയോട് ചേർന്നിരിക്കുകയാണ് അവർ. അവതാരകൻ ചോദിച്ചു, എന്താ രമാദേവി ഇങ്ങനെയൊക്കെയായി മാറാൻ? അപ്പോൾ അവൾ പറഞ്ഞത് ഇങ്ങനെയാണ്: സാറേ, ഈശ്വരൻ തന്നതായി കുഞ്ഞുങ്ങളെ. എന്റെ ഭർത്താവിനെ പോലെ ഞാൻ എന്റെ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുകയില്ല. എന്റെ മുൻപിൽ എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി മാത്രം, വേറൊന്നും ഞാൻ ചിന്തിച്ചില്ല. ഏറെ സഹിച്ചു, ഏറെ ത്യാഗങ്ങൾ സഹിച്ചു, അവർക്ക് വേണ്ടി ജീവിച്ചു. അവർ പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നതിന്റെ ആത്മഗതം ഇങ്ങനെയാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്: സാറേ, ഇവരായിരിക്കുന്നതിനെല്ലാം ഞാനാണ് കാരണമെന്ന്. 1 വർഷം മുമ്പ് പത്രത്തിൽ ഈ പഞ്ചരത്നത്തിലെ 5 കുഞ്ഞുങ്ങളുടെയും ഫോട്ടോ വീണ്ടും വന്നു. അമ്മയോടൊപ്പം നിൽക്കുകയാണ്. SSLCക്ക് 5 കുഞ്ഞുങ്ങൾക്ക് എ ഗ്രേഡാണ്. ഈ 5 കുഞ്ഞുങ്ങളെക്കാൾ അഭിമാനം ഈ രമാദേവിക്കാണ്. ആത്മാഭിമാനത്തിൽ അവൾ നിറഞ്ഞ് സന്തോഷിച്ചു നിൽക്കുകയാണ്. ഞാൻ ഓർമ്മിപ്പിച്ചത്, നമുക്ക് ചില നിയോഗങ്ങളുണ്ട്, ചില കർത്തവ്യങ്ങളുണ്ട്. അതിനുവേണ്ടി സഹിക്കാനും ത്യജിക്കാനും നാം തയ്യാറാകണം. അപ്പോൾ മാത്രമേ നാം ആയിരിക്കുന്ന സാഹചര്യം ധന്യമാകുകയുള്ളൂ. വട്ടശ്ശേരിൽ തിരുമേനിയെ ചിലരെങ്കിലും അധികാര കൊതിയനെന്ന് വിളിക്കുന്നുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ആ ധന്യ ജീവിതത്തിന്റെ 1% പോലും പഠിക്കാതെയാണ് പറയുന്നത് എന്ന്. മലങ്കര സഭയുടെ ഗർജിക്കുന്ന സിംഹമായ വട്ടശ്ശേരിൽ തിരുമേനിക്ക് കാതോലിക്കേറ്റിന്റെ സ്ഥാപന വേളയിൽ ആ സ്ഥാനം ഏറ്റെടുക്കുവാൻ സർവദാ യോഗ്യതയുണ്ടായിരുന്നു. എന്നാൽ ഈ പരിശുദ്ധൻ ആ സ്ഥാനം ഏറ്റെടുക്കുന്നില്ലെന്ന് മാത്രമല്ല, വടക്ക് നിന്നുള്ള മുറിമറ്റത്തിൽ മാർ ഈവാനിയോസിനെ ആ സ്ഥാനത്തേക്ക് ആനയിക്കുകയാണ്. പിന്നീടും 2 കാതോലിക്കമാരെ ആ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുകയാണ്. അവിടെയെല്ലാം മാറി നടക്കുകയാണ്. എന്ത് അധികാരമാണ്, എന്ത് സ്വയ താല്പര്യമാണ് വട്ടശ്ശേരിൽ തിരുമേനി തനിക്കായി ചെയ്തത്? ആ പരിശുദ്ധന്റെ ജീവിതം നാം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു വേള മലങ്കര മെത്രാപ്പോലീത്ത സ്ഥാനം സഭയുടെ സമാധാനത്തിന് വേണ്ടിയാണ് എങ്കിൽ രാജിവെക്കാനും ത്യജിക്കാനും പോലും വട്ടശ്ശേരിൽ തിരുമേനി തയ്യാറായി. എന്നാൽ മറുവിഭാഗം മലങ്കരയിലുള്ള മറ്റൊരു മെത്രാനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാതെ പുറത്തു നിന്നുള്ള യൂലിയോസ് മെത്രാച്ചനെ പ്രതിഷ്ഠിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഈ പരിശുദ്ധ പിതാവ് തന്റെ സ്ഥാനം നിലനിർത്താൻ നിർബന്ധിതനായി മാറുന്നത്. ഈ പരിശുദ്ധ പിതാവിനെയാണ് നാം ഇവിടെ ഇപ്പോൾ സ്മരിക്കുന്നത്, നമിക്കുന്നത്. ആ പരിശുദ്ധ പിതാവ് ഒന്നേ ആഗ്രഹിച്ചുള്ളൂ: മലങ്കര സഭ ഒന്നായി പ്രവർത്തിക്കണം, ഒരേ ചട്ടക്കൂട്ടിൽ നിലനിൽക്കണം. യഹൂദന്മാരുടെ ഇടയിലുള്ള ഒരു പോപ്പുലറായ ഒരു കഥയുണ്ട്. അതിന്റെ തലക്കെട്ടിങ്ങനെയാണ്: ദേവാലയം എവിടെ പണിയണമെന്നുള്ളതാണ്. റാബിമാർ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്.
ഓരോരുത്തരും അവരുടെ അഭിപ്രായങ്ങൾ പങ്കിടുകയാണ്. ഒരാൾ പറഞ്ഞു അബ്രഹാം ഇസഹാക്കിനെ യാഗം നടത്തിയ സ്ഥലത്ത് ദേവാലയം പണിയണം. മറ്റൊരാൾ പറഞ്ഞു അല്ല, യാക്കോബിന്റെ കിണറിന്റെ സ്ഥാനത്ത്. വേറൊരാൾ പറഞ്ഞു അല്ല, മോശയ്ക്ക് ദൈവദർശനം ഉണ്ടായ സ്ഥലം. അഭിപ്രായങ്ങൾ നീണ്ടുപോയി, തീരുമാനങ്ങളിൽ എത്തുന്നില്ല. ഒരു റാബി എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, അതവിടെ നിൽക്കട്ടെ, എന്നെ സ്പർശിച്ച ഒരു സംഭവം ഞാൻ പറയാം. ഒരു വീട്ടിൽ 2 മക്കളുണ്ടായിരുന്നു. ജ്യേഷ്ഠൻ കുടുംബസ്ഥനായിരുന്നു, അനുജൻ അവിവാഹിതനായിരുന്നു. 2 പേരും അവരുടെ വയലിൽ നന്നേ കൃഷി ചെയ്തു, ഗോതമ്പ് വിളഞ്ഞു, കൊയ്തെടുത്തു, കളപ്പുരയിലാക്കി. രാത്രിയായപ്പോൾ ജ്യേഷ്ഠൻ ഉറക്കം വരുന്നില്ല. എങ്ങനെ ഉറങ്ങാനാണ്? തന്റെ കളപ്പുരയിൽ ഗോതമ്പുണ്ട്, തനിക്ക് ഭാര്യയും മക്കളുമുണ്ട്. അയാൾ ചിന്തിച്ചു, എന്റെ ദൈവമേ, എനിക്കെന്തിനാ ഇത്രയും ഗോതമ്പ്? എന്നോടൊപ്പം ഭാര്യയും മക്കളുമുണ്ട്, അനുജൻ ഒറ്റയ്ക്ക, അവനൊരു വിഷമത്തിന് അവനെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലല്ലോ, അതുകൊണ്ട് അവൻ ഈ ഗോതമ്പ് കൊടുക്കണം. നേരെ കൊണ്ട് ചെന്നാലോ അവൻ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുക പോലുമില്ല, അതുകൊണ്ട് അറിയാതെ അവന്റെ കളപ്പുരയിൽ ഇടണം. അനുജനും ഉറക്കം വരുന്നില്ല, എങ്ങനെ ഉറങ്ങാനാ? ഞാൻ ഒറ്റയാനാ, ജ്യേഷ്ഠൻ കുടുംബസ്ഥനാ, എനിക്കെന്തിനാ ഇത്രയും ഗോതമ്പ്? കൊടുക്കാമെന്ന് വെച്ചാലോ വാങ്ങില്ല, രഹസ്യമായിട്ട് തന്നെ കൊണ്ടിടണം. 2 പേരും അവരുടെ ഗോതമ്പ് ആവോളം ചാക്കിനകത്താക്കി അർദ്ധരാത്രിക്ക് ആരും കാണാതെ കളപ്പുരയിൽ കൊണ്ടിടണം. അങ്ങനെ രാത്രി സമയത്ത് 2 പേരും തങ്ങളുടെ ഭവനം വിട്ടു. ഈ ചാക്കുമായി ഈ കളപ്പുരകൾ പിന്നിട്ട്, വയലുകൾ പിന്നിട്ട് അതിർത്തി വരമ്പിന്റെ അടുക്കലെത്തി. ഇരുട്ടിലൊരു രൂപം കണ്ട് 2 പേരും ഞെട്ടിപ്പോയി. 2 പേരുടെ കയ്യിൽ നിന്നും ചാക്കുകെട്ടുകൾ താഴെ വീണു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആരെന്ന് മനസ്സിലായി, കാര്യമെന്തെന്നും പിടികിട്ടി. 2 പേരും ഓടി വന്ന് കെട്ടിപ്പിടിച്ചു പൊട്ടിക്കരഞ്ഞു. കുറെ നേരം കരഞ്ഞതിന് ശേഷം അവർ ആലോചിച്ചു. അതിനുശേഷം കൈകൾ വിട്ട് 2 പേരും കൈകൾ ഉയർത്തി പൊട്ടിച്ചിരിച്ചു. റാബിമാരിൽ പ്രധാനി എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, അവിടെയാണ് ദേവാലയം പണിയേണ്ടത്. മോശയ്ക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തല്ല, യാക്കോബിന്റെ കിണറിന്റെ സ്ഥാനത്തുമല്ല, അബ്രഹാം ഇസ്ഹാക്കിനെ യാഗം കഴിച്ച സ്ഥലവുമല്ല, സഹോദരങ്ങളുടെ സ്നേഹ സംഗമ സ്ഥാനങ്ങളിൽ ദേവാലയം ഉയരണം. മലങ്കര സഭ ഇന്നും ആഗ്രഹിക്കുന്നത് അതാണ്. വ്യവഹാരങ്ങൾക്ക് വേണ്ടി ഈ സഭ മുന്നോട്ട് പോയിട്ടില്ല. മലങ്കര സഭാമക്കൾ ഒന്നായി നിലനിൽക്കണമെന്നാണ് ഈ സഭ ആഗ്രഹിക്കുന്നത്. അന്ത്യോക്യൻ സിംഹാസനത്തിന്റെ പേരിൽ വിഭജിക്കാനുള്ളവരല്ല, പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനത്തിന്റെ പേരിൽ ഒന്നായി അണിനിരക്കാനുള്ളവരാണ് എന്നാണ് നാം വിശ്വസിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഈ സഭ നിലകൊള്ളുന്നത്. സഭാ സമാധാനത്തിന്റെ എല്ലാ വഴികളും ഒത്തുചേർന്ന് വന്നതാണ് 1995 സുപ്രീം കോടതി വിധി. വ്യവസ്ഥാപിതമായ രീതിയിൽ അസോസിയേഷൻ കൂടി മലങ്കര മെത്രാപ്പോലീത്ത സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടിട്ടും കോടതി പറഞ്ഞപ്പോൾ മലിമട്ട് എന്ന സുപ്രീം കോടതി ജഡ്ജിയുടെ നിരീക്ഷണത്തിനോട് ചേർന്ന് നിന്നുകൊണ്ട് വീണ്ടും ആ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുവാൻ വേണ്ടി സന്നദ്ധനായത്, വിനയാന്യതായത്, താഴ്മ ഏറ്റെടുത്ത മാത്യൂസ് ദിദിയൻ ബാബ, മലങ്കര സഭയുടെ സൂര്യ തേജസ്, ഈ സഭയുടെ തർക്കങ്ങൾ തീരണമെന്ന് മാത്രം ആഗ്രഹിച്ചാണ്. മലങ്കര സഭയുടെ താപസ ശ്രേഷ്ഠൻ ദിദിമോസ് ബാബായുടെ ഉൾക്കാഴ്ചയും അത് തന്നെയായിരുന്നു. മലങ്കര സഭയുടെ മോശയായ വട്ടശ്ശേരിൽ തിരുമേനിയുടെ പിൻഗാമിയായി യോശുവയെ പോലെ ഈ പരിശുദ്ധ സഭയെ സത്യവിശ്വാസത്തിൽ നയിക്കുന്ന പരിശുദ്ധ പൗലോസ് ദിദിയൻ ബാബായുടെ പ്രഖ്യാപനവും മറൈൻ ഡ്രൈവിൽ നാം കേട്ടതാണ്. മലങ്കര സഭയുടെ വാതിലുകൾ തുറന്നു കിടക്കുകയാണ് സമാധാനത്തിനായി. വിഘടിത വിഭാഗം ഇത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ പരിശുദ്ധ വട്ടശ്ശേരിൽ തിരുമേനിയുടെ മധ്യസ്ഥത നമുക്ക് ഈ പ്രവർത്തനങ്ങൾക്ക് കാവലായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വട്ടിപ്പണ കേസിൽ സ്പെഷ്യൽ ജഡ്ജിയായ ജി ശങ്കരപ്പിള്ള വട്ടശ്ശേരിൽ തിരുമേനിയെ പറ്റി പറയുന്ന വാക്കുകളും ശ്രദ്ധേയമാണ്. അതിങ്ങനെയാണ്: മലങ്കര സഭയുടെ ക്ഷേമത്തിൽ ഹൃദയ പ്രാധാന്യമുള്ള ഒരു സത്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി നിവർന്നു പോരാടേണ്ടി വന്നു വട്ടശ്ശേരിൽ തിരുമേനിക്ക്. തന്മൂലം വ്യാജമായ കുറ്റാരോപണങ്ങൾക്കും പീഡനങ്ങൾക്കും കഷ്ടതകൾക്കും വിധേയനായി. ഇവയെല്ലാം മലങ്കര സഭയ്ക്ക് വേണ്ടി വീരയോദ്ധാവിനെ പോലെ സഹിച്ചു. അദ്ദേഹം ഒരു വിത്ത് വിതച്ചു, സഭയ്ക്ക് അതിൽ നിന്ന് വിളവ് ലഭിക്കുമെന്നതിൽ എനിക്ക് സംശയമില്ല. മലങ്കര സഭ ഇന്നായിരിക്കുന്നതിനല്ല, പരിശുദ്ധ വട്ടശ്ശേരിൽ തിരുമേനിയോട് നാം കടപ്പെട്ടിരിക്കുന്നു. തന്നെ മുടക്കിയ അന്ത്യോക്യൻ സിംഹാസനത്തിന്റെ അടുക്കലേക്ക് പോയി സമാധാന ശ്രമങ്ങൾ നടത്തിയ നമുക്കറിയാം. 37 ദിവസങ്ങൾ നീണ്ട യാത്ര, ജീവൻ പോലും നഷ്ടപ്പെടാവുന്ന യാത്രയായിരുന്നു. 67 ദിവസങ്ങളുള്ള മാരത്തോൺ ചർച്ചകൾ. ഒടുവിൽ പാത്രികീസിനും മനസ്സിലായി
വട്ടശ്ശേരിൽ തിരുമേനിയുടെ നിലപാടിനെ മുടക്ക് പിൻവലിക്കുന്നു. പക്ഷെ ഒരു വിരോധാഭാസം നടക്കുന്നു. യൂലിയോസ് എന്ന മെത്രാച്ചൻ ആ കൽപ്പന മലങ്കരയിൽ വായിച്ചില്ല എന്നുള്ളത്. വട്ടശ്ശേരിൽ തിരുമേനി മലങ്കര സഭയ്ക്ക് പരിശുദ്ധൻ തന്നെ, അല്ല മഹാപരിശുദ്ധൻ തന്നെ. ഇത്രമാത്രം ദീർഘവീക്ഷണത്തോട് മലങ്കര സഭയെ നയിച്ച പരിശുദ്ധ പിതാവ് വേറെയില്ല. രണ്ട്, പരിശുദ്ധ വട്ടശ്ശേരിൽ തിരുമേനിയുടെ ജീവിതം സൂക്ഷ്മമായി പഠിക്കുമ്പോൾ, അത് ചിട്ടയായി നാം അപഗ്രഥിക്കുമ്പോൾ നാം കണ്ടെത്തുന്ന മറ്റൊരു ഭാവം സാമ്പത്തികമായ സത്യസന്ധതയും സുതാര്യതയും മിതത്വവുമായിരുന്നു. വട്ടശ്ശേരിൽ തിരുമേനി കാണിച്ച സാമ്പത്തിക സത്യസന്ധതയും മിതത്വവും എക്കാലവും ശ്രദ്ധിക്കപ്പെടുന്നതാണ്. മൽപ്പാനച്ചനായിരുന്ന കാലത്ത് തന്നെ മലങ്കര മെത്രാപ്പോലീത്ത കേസ് നടത്തിപ്പിന്റെ ചുമതല സ്മരിയ പുരുഷനെയായിരുന്നു ഏൽപ്പിച്ചിരുന്നത്. ഇതിന് വ്യക്തമായ കണക്കുകൾ എഴുതി ഓരോ സമയത്തും മലങ്കര മെത്രാപ്പോലീത്തായെ ബോധിപ്പിച്ചിരുന്നു. അതിലൊരു തെറ്റുകളോ പാകപ്പിഴകളോ പോലും ഉണ്ടാകാറില്ലായിരുന്നു. മലങ്കര മെത്രാപ്പോലീത്ത ആയപ്പോഴോ ആ പരിശുദ്ധ പിതാവിന്റെ ബോധ്യം ഇങ്ങനെയായിരുന്നു: മലങ്കര സാന്നിധ്യം വഹിക്കുന്നവർ അതിന്റെ കസ്റ്റോഡിയൻ മാത്രമാണെന്നുള്ള ഒരു ബോധ്യം, അതിന്റെ അവകാശികളല്ല, കൈകാര്യം ചെയ്യുന്നവർ മാത്രമെന്നുള്ളത്. അതുകൊണ്ടാണ് മുടക്ക് പുനഃപരിശോധിക്കണമെങ്കിൽ വസ്തുവകകളുടെ പ്രമാണം വെക്കണമെന്ന് പാത്രികീസ് പറഞ്ഞപ്പോൾ മലങ്കര സഭ ഒരു ട്രസ്റ്റ് എന്നെ വിശ്വസ്തയോടെ ഏൽപ്പിച്ചിരിക്കുകയാണ്, അതിനെ ഞാൻ വഞ്ചിക്കുകയില്ല എന്ന് ശക്തമായിട്ട് വട്ടശ്ശേരിൽ തിരുമേനി പറയുന്നത്. തനിക്ക് എന്ത് സംഭവിച്ചാലും പൈതൃകമായ ഏൽപ്പിച്ച സ്വത്ത് വിശ്വസ്തയോട് കാത്തു സൂക്ഷിക്കുമെന്ന് വട്ടശ്ശേരിൽ തിരുമേനി പറയുകയാണ്. വട്ടശ്ശേരിൽ തിരുമേനിയെ പറ്റി പറയുന്ന തിരുമേനിക്ക് 2 അക്കൗണ്ടുകളില്ലെന്നാണ് പറയുന്നത്. സഭാപരമായ അക്കൗണ്ടുകളും വ്യക്തിപരമായ അക്കൗണ്ടുകളും. വട്ടശ്ശേരിൽ തിരുമേനിയുടെ സഭയുടേതും സഭ വട്ടശ്ശേരിൽ തിരുമേനിയുടെയും ആയിരുന്നു എന്ന് ആ പിതാവ് വിശ്വസിച്ചിരുന്നു. തന്റെ നേട്ടങ്ങൾ സഭയുടെ നേട്ടങ്ങളാണ്, സഭയുടെ നേട്ടങ്ങൾ തന്റെ നേട്ടങ്ങളാണ്. ആദിമസഭയിൽ എന്നതുപോലെ വട്ടശ്ശേരിൽ തിരുമേനിയുടെ സ്വത്തുക്കളെല്ലാം പൊതുസമൂഹത്തിന്റെയും പൊതുവിന്റെയും ആയിരുന്നു. സ്വന്തമായി 1 രൂപ പോലും ചിലവഴിക്കാതിരുന്ന ഈ പരിശുദ്ധ പിതാവിന്റെ സ്വത്തുക്കളെല്ലാം സഭയുടെ സ്വത്തുക്കൾ തന്നെയായിരുന്നു. വട്ടശ്ശേരിൽ തിരുമേനിയുടെ ദീർഘകാല സെക്രട്ടറി ആയിരുന്നു മണലിലച്ചൻ. അച്ഛൻ പറയുന്ന വാക്കുകൾ നമ്മെ ഏറെ സ്പർശിക്കുന്നുണ്ട്. മലങ്കര മെത്രാപ്പോലീത്തായ്ക്ക് ഒരു കണക്ക് പുസ്തകം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പള്ളിയിൽ നിന്നും മറ്റു വരുമാനങ്ങളിൽ നിന്നും കിട്ടുന്ന മറ്റ് രീതികളിൽ നിന്നും കിട്ടുന്ന കൈമുത്തുകളും സഭയുടെ വരുമാനങ്ങളും ഒരു കണക്ക് പുസ്തകത്തിൽ തന്നെ എഴുതി. മാസാന്ത്യത്തിൽ അതിന്റെ കണക്ക് വായിച്ച് കേൾപ്പിക്കണം, വർഷാന്ത്യത്തിൽ അതിന്റെ തിരട്ട് ഭംഗിയാക്കി കൊടുക്കണം. വട്ടശ്ശേരിൽ തിരുമേനിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഈ സത്യസന്ധത ഉണ്ടായിരുന്നു. താൻ ഭരിച്ചതും വഹിച്ചതുമായ എല്ലാ സ്ഥാനങ്ങളിലും ആരോപണങ്ങൾക്കതീതമായ ഒരു സാമ്പത്തിക സത്യസന്ധത വട്ടശ്ശേരിൽ തിരുമേനി പുലർത്തിയിരുന്നു. വട്ടശ്ശേരിൽ തിരുമേനിയെ പറ്റി വീണ്ടും പറയുന്നത് ഇങ്ങനെയാണ്: തന്റെ പ്രിയപ്പെട്ടവർക്ക് പോലും തന്റെ ബന്ധുക്കൾക്ക് പോലും അനാവശ്യമായിട്ട് ഒരു തരി പണം വട്ടശ്ശേരിൽ കൊടുക്കാറില്ല. ബന്ധുക്കൾ ആരോഗ്യം വന്നപ്പോൾ അവിടെ കണ്ട ഏതോ സാധനത്തിൽ കണ്ണുടങ്ങിയപ്പോൾ അവർ ആവശ്യപ്പെട്ടില്ല, അത് ആഗ്രഹിച്ചതുപോലും കാണുകയില്ല. വട്ടശ്ശേരി തിരുമേനി ഉടനെ പറഞ്ഞത് ഇങ്ങനെയാണ്: അത് തീയാണ്, അതിൽ തൊട്ട് കളിക്കരുതെന്നാണ് പറഞ്ഞത്. തന്നെ ശുശ്രൂഷിക്കുന്നവർക്ക് പോലും അനാവശ്യമായിട്ട് ഒന്നും കൊടുത്തില്ല, അവരെടുക്കാൻ അനുവദിച്ചതുമില്ല. ഇങ്ങനൊരു സാമ്പത്തിക സത്യസന്ധത നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് ആർക്കുണ്ട്? സാമ്പത്തിക സത്യസന്ധത, സുതാര്യത, ഒരു നീതിബോധം, ഒരു സൂക്ഷ്മത എത്ര പേർക്കുണ്ട് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുകയാണ്. താൻ ഭരിച്ചതും വഹിച്ചിരിക്കുന്നതുമായ സ്ഥാനങ്ങൾ തങ്ങൾ കിണങ്ങിയതുപോലെ ഉപയോഗിക്കുന്നവർ ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഏൽപ്പിച്ച പലതും സ്വന്തമെന്ന കണക്ക് നാം കൊണ്ടു നടക്കുകയാണ്. ആശ്രിത വാത്സല്യവും സ്വജനക്ഷേമവും നാം അതിൽ നടത്തുകയാണ്. ചിലരൊക്കെ തങ്ങൾക്ക് മാത്രം നിയന്ത്രിക്കാവുന്നതിൽ കൊണ്ടിടുകയാണ്. ഇവിടെയാണ് വട്ടശ്ശേരി തിരുമേനി വ്യത്യസ്തരാകുന്നത്. നമ്മുടെ ഭാരതം വളരുകയാണ്, നമ്മുടെ രാജ്യം ഉയരുകയാണ്. സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് 2025 ആകുമ്പോൾ ലോകത്തിലെ വൻശക്തി ഇന്ത്യ അല്ലെങ്കിൽ ചൈന, അത്രമാത്രം പുരോഗതിയുടെ വക്കിലാണ് ഭാരതം. സാമ്പത്തിക മാന്ദ്യങ്ങളിൽ ലോകരാജ്യങ്ങൾ പോലും അടിപതറിയപ്പോൾ പിടിച്ചു നിന്ന രാജ്യമാണ് ഇന്ത്യ. 2 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ഇക്കണോമിക് റിസഷൻ വരാമെന്ന് ചിന്തിച്ചുകൊണ്ടായിരിക്കാം ഭാരതം ചില ശക്തമായ സാമ്പത്തിക നടപടികൾ ഇപ്പോൾ നടത്തുന്നത്. ഓയിലിന്റെ വിലയൊക്കെ വർദ്ധിപ്പിക്കുന്നു, സബ്സിഡി എല്ലാം വെട്ടിക്കുറയ്ക്കുന്നു. ചില കുഞ്ഞു പ്രയാസങ്ങൾ നമുക്കുണ്ടായാലും
ആത്യന്തികമായ ലക്ഷ്യം ഒരു സാമ്പത്തിക മാന്ദ്യത്തിനും രാജ്യം തകരുന്നത് എന്നുള്ള ചിന്താഗതിയാണ്. വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ ഭാരതം നടത്തുന്ന പ്രവർത്തനങ്ങൾ അന്താരാഷ്ട്ര സമൂഹം പോലും അംഗീകരിച്ചിരിക്കുന്നു. എന്നാൽ ഭാരതം നേരിടുന്ന പ്രശ്നം എന്താണ്? പ്രതിസന്ധി എന്താണ്? ഭരണാധിപന്മാർക്ക് സാമ്പത്തിക സത്യസന്ധതയില്ല, രാഷ്ട്രീയക്കാർക്ക് സാമ്പത്തിക വിശ്വസ്തതയില്ല എന്നുള്ളതാണ്. അനുദിനം പുറത്തു വരുന്ന അഴിമതി കഥകൾ അതല്ലേ നമ്മളെ വിളിച്ചറിയിപ്പിക്കുന്നത്. 2G സ്പെക്ട്രം അഴിമതിയിലൂടെ ടെലികോം മന്ത്രാലയം മുൻഗണനാ ക്രമത്തിൽ ലൈസൻസ് നൽകിയ വഴി ഭാരതത്തിന്റെ ഖജനാവിന് 1,75,000 കോടി നഷ്ടം വരുത്തിയിരിക്കുകയാണ്. കൽക്കരി കുംഭകോണത്തിലൂടെ 10 ലക്ഷം കോടിയുടെ കുംഭകോണമാണ് ഹെലികോപ്റ്റർ അഴിമതി നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനേക്കാൾ ഭീകരം ഭാരതത്തിൽ നിന്ന് സ്വിസ് ബാങ്കുകളിലേക്ക് മറ്റ് വിവിധ ബാങ്കുകളിലേക്ക് രഹസ്യ സങ്കേതങ്ങളിലേക്ക് പോകുന്ന കള്ളപ്പണത്തിന്റെ കണക്കിനെട്ടാൽ എത്തിപ്പോകും 1456 ലക്ഷം കോടി. അത് ഒരാൾക്ക് വിധിച്ചു കൊടുക്കാം. ഒരാൾക്ക് 13 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. എന്തു ഭീകരമാണ്! ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന പണത്തിനേക്കാൾ കൂടുതൽ കള്ളപ്പണത്തിന്റെ അനുഭവത്തിലേക്ക് ഭാരതം നീങ്ങുകയാണ്. ഭാരതം വളരുകയാണ്. ഒരു സൈഡിൽ മറ്റൊരു സൈഡിൽ അഴിമതിയുടെ കരാളഹസ്തത്തിലാകുന്നു. എന്തിന്? ഈ രാഷ്ട്രീയ ഭരണാധിപന്മാരുടെ സാമ്പത്തിക അധാർമികതയ്ക്കെതിരെ നാം ഉറവിളി കൊണ്ടുന്നു. നമുക്ക് നമ്മുടെ ഇടയിൽ ഒരു സാമ്പത്തിക സത്യസന്ധതയും സുതാര്യതയും ഉണ്ടോ? നമ്മുടെ ചുറ്റുപാടുകളിൽ ചിലരെങ്കിലും ഭരിച്ചിരിക്കുന്നതും വഹിച്ചതുമായ സ്ഥാനങ്ങളിൽ തങ്ങൾക്കിണങ്ങിയതുപോലെ ഉപയോഗിക്കുന്നില്ല. തങ്ങൾക്ക് മാത്രം നിയന്ത്രിക്കാവുന്ന സ്ഥാനങ്ങളിൽ കൊണ്ട് എത്തിക്കുന്നില്ല. സ്വജനക്ഷേമവും ആശ്രിത വാത്സല്യവും നടത്തുന്നില്ല. സ്വയം ഒന്ന് ആത്മശോധന ചെയ്യണം. നമ്മുടെ മേഖലകൾ എന്തൊക്കെയായാലും എന്നെ അത്ഭുതപ്പെടുത്തിയ, എന്നെ സ്പർശിച്ച വർത്തമാനകാല 2 സംഭവങ്ങളുണ്ട്. ഒന്ന്, തിരൂരങ്ങാടിയിലെ ഒരു മുസ്ലിം ഇല്ലത്തിൽ 2 നാടോടി സ്ത്രീകൾ ഭിക്ഷയാചിച്ച് ചെന്ന സംഭവമാണ്. റംസാൻ മാസക്കാലമാകിയ ധർമ്മിഷ്ഠിയായ ഉമ്മ ഇവർക്ക് നാണയത്തുകൾ നൽകി, ഭക്ഷണ പദാർത്ഥങ്ങൾ നൽകി, ഒരടുക്കും പഴയ വസ്ത്രങ്ങൾ നൽകി. നിറഞ്ഞ സന്തോഷത്തോടെ ഈ നാടോടികൾ തങ്ങളുടെ സങ്കേതത്തിൽ വന്നു. അവർ ആ വസ്ത്രം തിരിച്ചും മറിച്ച് നോക്കിയപ്പോഴാണ് അതിൽ ഒരു 5000 രൂപ. 5000 രൂപ എന്ന് പറയുന്നത് നാടോടികൾക്ക് 6 മാസം ഉത്സവം പോലെ കഴിയാറുള്ളതാണ്. എന്നാൽ ഈ നാടോടികൾ ചെയ്യുന്നതാണെന്ന് അറിയാമോ? രാഷ്ട്രീയ സാമൂഹ്യ സാമുദായിക നേതാക്കന്മാർ പങ്കെടുക്കുന്ന സാംസ്കാരിക സമ്മേളനങ്ങൾ, കേരളത്തിന്റെ യുവജനോത്സവത്തിന്റെ സാംസ്കാരിക ഘോഷയാത്രയെ പോലും വെല്ലുന്ന ആർഭാടപൂർണമായ യാത്ര, തട്ടുപൊളിപ്പൻ പന്തലുകൾ, കൂറ്റൻ ആർച്ചുകൾ, മൾട്ടി കളർ ഫ്ലെക്സുകൾ. നമ്മുടെ സഭയുടെ പൊതുപരിപാടികൾ തികച്ചും ലളിതമായി നടത്തണമെന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ ഒരു ആവറേജ് ഇടവകയിൽ അവരുടെ ടേൺ ഓവറിന്റെ ഒരു 20-25% പോലും ഇങ്ങനെയുള്ള പെരുന്നാളുകൾക്ക് വേണ്ടി ചെലവഴിക്കുമ്പോൾ അത് ആർഭാടവും ദൂർത്തും തന്നെയാണ്. ഇവിടെയാണ് സാമ്പത്തിക മിതത്വം ജീവിതത്തിൽ സൂക്ഷിച്ച ഒരു പരിശുദ്ധനെ കാണുന്നത്. കാറ് പോലും വേണ്ട എന്ന് പറയുന്ന ഒരു പുണ്യവാനെ നാം സ്മരിക്കുന്നത്. ഈ പരിശുദ്ധൻ സാമ്പത്തിക മിതത്വം, സാമ്പത്തിക സത്യസന്ധത, സാമ്പത്തിക സൂക്ഷ്മത കാണിച്ച വട്ടശ്ശേരി തിരുമേനി മലങ്കര സഭയ്ക്ക് മഹാപരിശുദ്ധൻ തന്നെ. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. എന്തെല്ലാം വിശേഷണങ്ങൾ ഈ പുണ്യവാനെ പറ്റി പറയുവാൻ നമുക്ക് കഴിയും. അദ്ദേഹത്തിന്റെ വ്യക്തിബന്ധം, ബുദ്ധി വൈഭവം, പൊയ്മുഖമില്ലാത്ത ജീവിതം, ചിട്ടയായ ജീവിതചര്യകൾ, ഹൃദയസ്പർശിയായ പ്രഭാഷണങ്ങൾ, പവിത്ര രചനകൾ, സമചിത്തതകൾ, എല്ലാം എത്ര പറഞ്ഞാലും തീരുകയില്ല. ഏത് വീക്ഷണകോണിൽ നിന്ന് നോക്കിയാലും വട്ടശ്ശേരി തിരുമേനി മലങ്കര സഭയ്ക്ക് മഹാപരിശുദ്ധൻ തന്നെ. ഗീവർഗീസ് ദിയൻ ബാബ ആ പുണ്യപിതാവിന്റെ ഖബറിടത്തിൽ കോറിയിട്ടിരിക്കുന്നു, ടൈം വിൽ നോട്ട് ഡിം ഹിസ് ഗ്ലോറി. കാലം ആ മഹത്വത്തിന് മങ്ങലേൽപ്പിക്കുന്നില്ലെന്ന് മാത്രമല്ല, ആ മഹത്വത്തെ പ്രോജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ടൈം വിൽ ബ്രൈറ്റൻ ഹിസ് ഗ്ലോറി. ആ മഹത്വത്തെ പ്രോജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സഭാഭാസുരൻ എന്ന പേര് എത്ര അന്വർത്ഥമാണ്. അന്ധകാരവൃതമാകാമായിരുന്ന മലങ്കര സഭയെ പ്രദീപ്തമാക്കിയ പരിശുദ്ധൻ, സ്വയം പ്രകാശിച്ചും മറ്റുള്ളവരെ പ്രകാശിപ്പിച്ചു നിൽക്കുന്ന സൂര്യൻ. സഭാസ്നേഹിയായ
ഡോക്ടർ സാമുവേൽ ചന്ദനപ്പള്ളിയുടെ വാക്കുകൾ കുറിവാക്യമായി എടുത്തുകൊണ്ട് ഞാൻ ഈ അനുസ്മരണ പ്രഭാഷണം ഉപസംഹരിക്കുകയാണ്. മഹാന്മാരുടെ മഹത്വം അനുഭവപ്പെടുന്നതിന് അവരുടെ ജീവിതം അനുകരിക്കുകയാണ് കരണീയമായിട്ടുള്ളത്. ആ പുണ്യവാന്റെ ജീവിതം അനുകരിപ്പാൻ, അങ്ങനെ ഈ പെരുന്നാളിനോട് ചേർന്ന് നിൽക്കുവാൻ, ഈ പെരുന്നാൾ നമുക്കൊരു തിരുത്തൽ ശക്തിയാകുവാൻ, മാർഗദീപമാകുവാൻ ജഗദീശ്വരൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വട്ടശ്ശേരി തിരുമേനിയുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.